ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ, നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. എയും ബിയും നമുക്ക് അതായത് സെറ്റ്സ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ സെറ്റായിട്ട് നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ രണ്ട് സെറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മളോട് പറയുന്നത് ദെൻ ദ നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം സെറ്റ് എയിലെ എലമെന്റ്സ് കണ്ടുപിടിക്കാം, പിന്നെ നമുക്ക് സെറ്റ് ബിയിലെ എലമെന്റ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എയിലെ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇതാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ ഒന്ന് എഴുതിയാലോ. മോഡുലസ് എക്സ് മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ മോഡ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് മോഡ് എക്സ് -3 ഇവിടെ നമുക്ക് 1, ഇവിടെ നമുക്ക് -1 വരും. സോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് നമുക്ക് 2 വരും. ദെൻ മോഡ് എക്സ് -3 ദെൻ ഇത് നമുക്ക് 4 വരും. ദെൻ അഗെയിൻ നമ്മൾ മോഡ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതുവാണേ. അതായത് മോഡ് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുമ്പോഴത്തേന് രണ്ട് വാല്യൂസിലേക്ക് വരും. ഒന്ന് നമുക്ക് എക്സ് -3 എന്ന് വരും. നമുക്ക് എന്ത് ചെയ്യും? അപ്പുറവും നമുക്ക് എന്ത് ചെയ്യും? മൈനസ് വാല്യൂസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒന്ന് ഈ കറക്റ്റ് വാല്യൂ തന്നെ കിട്ടും നമുക്ക് 2ഉം 4ഉം. മറ്റൊന്ന് നെഗറ്റീവ് വാല്യൂ വരുമ്പോഴത്തേക്കും ഇത് എക്സ് -3 -4 ആയിരിക്കും. ഇവിടെ വരും, ഇവിടെ -2 വരും. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര കിട്ടും മക്കളെ? എക്സിൻ്റെ വാല്യൂ -3 -1 കിട്ടും. ദെൻ ഇവിടുന്ന് എനിക്ക് 7 കിട്ടും. ദെൻ ഇവിടുന്ന് ഇവിടുന്ന് -1 അല്ലേ വരുന്നത്. ദെൻ നമുക്കിത് എത്ര കിട്ടും? -2 + 3 നമുക്ക് 1 കിട്ടും. സോ -1നും 1നും ബിറ്റ്വീനും -1 to 7. സോ അയ്യോ ഒരു മിനിറ്റ്, ചെറിയൊരു മിസ്റ്റേക്ക്. ഇത് -3 to 2 വരുമ്പോൾ 5 അല്ലേ വരുന്നത് ഇത്. ഓക്കെ, സോ നമുക്ക് എത്ര കിട്ടും? 5 to 7ഉം അതുപോലെ -1 to 1ഉം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലബ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും നമ്മുടെ വാല്യൂ വരുന്നത്? എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് വരുവാണ് മക്കളെ? എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെയാണ് നമുക്കുള്ളത്? 5ഉം പിന്നെ 6ഉം 7ഉം. ഇത്രയാണ് നമുക്ക് വരുന്നത്. 1 2 3 4 5 6 എലമെന്റ്സ് ആണ് എക്കകത്ത് വരുന്നത്. ഇനി ബിക്കകത്ത് നമുക്ക് നോക്കാം. ബിയുടെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് എക്സ് -2 ദെൻ എക്സ് -4 = 0. ന്യൂമറേറ്റർ ഞാൻ എടുക്കുകയാണ്. ഇതാണ്ട് ഈ പോർഷൻ. ഇതെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ അപ്പോൾ ഡൊമൈനകത്ത് 1ഉം 2ഉം എടുക്കാൻ പാടില്ല എന്ന് ക്വസ്റ്റിനെ തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇവിടുന്ന് എക്സ് = നമുക്ക് 2ഉം കിട്ടും, എക്സ് = 4ഉം കിട്ടും. എക്സ് = 2 എടുക്കാൻ പറ്റത്തില്ല, കാരണം ഡൊമൈനകത്ത് 2 എടുക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് = 4 ആണ് ആ ഒരു വാല്യൂ. അടുത്തത് ലോഗ് മോഡ് എക്സ് -2 എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് 0 അല്ലേ? 0. അപ്പോൾ ഇത് 0 ആണെങ്കിൽ മോഡ് എക്സ് -2ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ അല്ലേ, പറയുന്ന മനസ്സിലാകുന്നുണ്ട് മക്കളെ? റെഡി? ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. സോ അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് -2 = 1 എന്നും എക്സ് -2 = -1 എന്നും കിട്ടും. സോ ഇവിടുന്ന് എക്സ് = 3 എന്നും കിട്ടും. ഇവിടുന്ന് എക്സ് = നമുക്ക് എത്ര കിട്ടും? 1 എന്നും കിട്ടും. ഓക്കെ, റെഡി? അപ്പോൾ എക്സ് = 1ഉം എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല, കാരണം 1 വരാൻ പാടില്ല എന്ന് അതിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് നമുക്ക് 3ഉം 4ഉം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഴുതാനായിട്ട് പറ്റുള്ളൂ. എടാ മക്കളെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ 0 അപ്പോൾ ഇതും 0 ഇതും 0 എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് ഇപ്പോൾ സോൾവ് ചെയ്തത് കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ട് ഡൊമൈനകത്ത് 1ഉം 2ഉം ഒഴിവാക്കിയത്? ഇവിടെ നമുക്ക് 1 കൊടുത്തത് 0 ആയിപ്പോൾ, ഇവിടെ നമുക്ക് 2 കൊടുത്താൽ ഇത് ലോഗ് 0 ആയിപ്പോൾ. ലോഗ് 0 നോട്ട് ഡിഫൈൻഡ്, അതുകൊണ്ടാണ് ഡൊമൈനിൽ അത് ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. അപ്പോൾ എയ്ക്കകത്ത് 6 എലമെന്റും നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 6ഉം നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3യുമാണ് നമുക്കുള്ളത്. ക്ലിയർ? നമ്മളോട് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻസാണ്. നമുക്കറിയാം ഇതിനകത്തെ എലമെന്റ്സ് എണ്ണ എന്നും ഇതിനകത്തെ എലമെന്റ് എണ്ണ എമ്മും ആണ്. സോ n > m ആണെങ്കിൽ നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ? യെസ്, എങ്ങനെയാ ഫോർമുല പഠിച്ചത്? മറന്നു പോകരുത്. m⁻n അല്ലെ? m⁻n മൈനസ് അടുത്തത് mc1 then m-1 whole raised to n then minus mc2 then m-2 whole raised to n പ്ലസ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ m എത്രയാണ്? m2 ആണ് കേട്ടോ, m3 അല്ല 2. ഓക്കെ, m2 ആണ്. സോ 2 raised to 6 മൈനസ് 2c1 then 2 - 1 whole raised to 6. ഇത് പിന്നെ 2 - 2 0 ആയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സോ 2 raised to 6 - 2 എന്നാവും. 2 raised to 6 64 ആണ്. 64 - 2 നമുക്ക് എത്ര കിട്ടും? 62 എന്ന് കിട്ടും. സോ 62 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ?